സുപ്രഭാതം. നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ജീവികളാണ് തെരുവ് നായ്ക്കൾ അഥവാ സ്ട്രീറ്റ് ഡോഗ്സ്. എത്ര ആളുകളാണ് അവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്, എത്രയോ അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കടിക്കാൻ വരുന്ന നായ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. പക്ഷേ കടിക്കുന്ന നായേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് കൂട്ടമായി അലറിക്കൊണ്ട് കുരച്ചു വരുന്ന നായ്ക്കളാണ്. ആ നായ്ക്കളുടെ മുമ്പിൽ ആളുകൾ പതറിപ്പോവുകയാണ്. ദാവീദിന്റെ ഭവനം വളഞ്ഞ് ശൗലിന്റെ ആളുകൾ ചെന്നു. അവരെക്കുറിച്ച് ദാവീദ് പറഞ്ഞ എന്താണെന്നറിയാമോ? അവർ നായ്ക്കളെ പോലെ കുരച്ചുകൊണ്ട് പട്ടണത്തിന് ചുറ്റും എത്തിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. അവിടെ നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശൗലിന്റെ ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചാ പറഞ്ഞിരിക്കുന്നത്, എതിരാളികളെ സംബന്ധിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മെ ഇല്ലാതാക്കുവാനായിട്ട് എതിരാളികൾ നായ്ക്കളെ പോലെ കൂട്ടത്തോടെ വന്ന് എതിരേറ്റു എന്ന് വന്നേക്കാം. ഈ സമയത്ത് എന്താണ് നാം ചെയ്യേണ്ടത്? ദാവീദ് പറയുന്ന വാക്ക് ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ. ദാവീദ് പറയാ, ഞാൻ യഹോവയുടെ ദയയെക്കുറിച്ച് പാടും. ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ: ദൈവത്തിന്റെ ദയയെ ഓർത്ത് മഹത്വം കരയേറ്റുക. സകലതും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിഷയത്തെ ഭരമേൽപ്പിക്കുക. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സകല പ്രശ്നങ്ങളുടെ മുമ്പാകെ പോരാടുവാനായിട്ടല്ല, മറിച്ച് അതിന്റെ മധ്യത്തിൽ നമ്മെ കരുണയോടും ദയയോടും കൂടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ ദയയോർത്ത് പാടുവാൻ ഇടയായിട്ട് തീരട്ടെ. ഈ വാക്കുകൾ ഇന്ന് പകലിൽ ജീവിപ്പാൻ ബലവും കരുത്തും നിങ്ങൾക്ക് നൽകട്ടെ. അവിടുത്തെ നാമം മഹിമപ്പെടുമാറാൻ.